വീക്ഷകരെ, നിങ്ങൾ ഒരിക്കലെങ്കിലും വൈദ്യുതി ഇല്ലാത്ത ഒരു ലോകം ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നത്തെ സാങ്കേതിക ലോകത്തിന് അടിസ്ഥാനമായ നിരവധി കണ്ടുപിടുത്തങ്ങൾ ചെയ്ത മഹാനായ ശാസ്ത്രജ്ഞന്റെ കഥ പറയാനാണ് ഞാൻ പോകുന്നത്. ഒരാളുടെ ചിന്തകൾ കാലത്തെ കടന്ന് മുന്നോട്ടു പോയപ്പോൾ ലോകം അവനെ തിരിച്ചറിയാൻ വൈകി. അതിനാൽ ഈ വീഡിയോ അവസാനത്തേക്ക് വരെ നിങ്ങൾ കാണുക, കാരണം ഇത് ഒരു അത്യപൂർവ പ്രതിഭയുടെ ജീവിതയാത്രയാണ്. 11ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഇന്നത്തെ ക്രൊയേഷ്യയിലെ സ്മിൽജാൻ എന്ന ഗ്രാമത്തിൽ ഒരു സെർബിയൻ കുടുംബത്തിൽ അവൻ ജനിച്ചു. അന്ന് രാത്രിയിൽ ശക്തമായ മിന്നൽ വർഷം ഉണ്ടായിരുന്നു. അമ്മ പറഞ്ഞ വാക്കുകൾ ചിലപ്പോൾ ഭാവിയെ പ്രവചിച്ചതാകാം. അച്ഛൻ ഒരു പുരോഹിതനായിരുന്നു. അമ്മക്ക് മെക്കാനിക്കൽ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിലും പരിഷ്കരിക്കുന്നതിലും കഴിവുണ്ടായിരുന്നു. ചെറുപ്പം മുതൽ അവന്റെ ചിന്തകൾ വിചിത്രവുമായിരുന്നു. എന്തിനേയും മനസ്സിൽ ത്രിമാന മോഡലായി രൂപപ്പെടുത്തുന്ന അപൂർവ കഴിവുണ്ടായിരുന്നു. 17ാം വയസ്സിൽ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠനം ആരംഭിച്ചു. പഠനം വളരെ ശ്രദ്ധയോടെയും ആവേശത്തോടെയും തുടർന്നെങ്കിലും 23ാം വയസ്സിൽ സർവകലാശാല ഉപേക്ഷിച്ചു. 28ാം വയസ്സിൽ വലിയ സ്വപ്നങ്ങളുമായി അവൻ അമേരിക്കയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. അതിനുശേഷം വൈദ്യുതി വിതരണത്തിന് തികച്ചും പുതിയ വഴികൾ കണ്ടെത്താൻ അവൻ ശ്രമിച്ചു. അതിനായി അവന്റെ അനുഭവങ്ങൾ, പരീക്ഷണങ്ങൾ, വിജയങ്ങൾ, പരാജയങ്ങൾ ഒക്കെ ജീവിതത്തിന്റെ ഭാഗമാകുകയായിരുന്നു. 31ാം വയസ്സിൽ സ്വന്തം കമ്പനി ആരംഭിച്ചു. അവന്റെ ആൾട്ടർനേറ്റിംഗ് കറന്റ് വൈദ്യുതി സിസ്റ്റം വളരെ വേഗം പ്രശസ്തമായി. ഇതിന്റെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വലിയ ദൂരങ്ങളിൽ കുറഞ്ഞ നഷ്ടത്തോടെ വൈദ്യുതി കൈമാറാൻ കഴിയും. ഇത് റോട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിച്ചത്. 36ാം വയസ്സിൽ ചിക്കാഗോ വേൾഡ് ഫെയറിൽ ഈ സാങ്കേതിക വിദ്യ വിജയിച്ചു. 38ാം വയസ്സിൽ നയാഗ്ര ഫാൾസ് പവർ പ്ലാന്റ് വൈദ്യുതി വിതരണം ഏറ്റെടുത്തു. 31ാം വയസ്സിൽ വയർ ഇല്ലാതെ വൈദ്യുതി കൈമാറാനുള്ള പരീക്ഷണങ്ങൾക്കായി ഒരു പ്രത്യേക ഉപകരണം കണ്ടുപിടിച്ചു. ഇന്നത്തെ റേഡിയോ, വൈഫൈ, വയർലെസ് ചാർജിംഗ് എന്നിവയുടെ അടിത്തറ ഇതാണ്. 38ാം വയസ്സിൽ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബോട്ട് വികസിപ്പിച്ചു. അതിനുശേഷം റേഡിയോ തരംഗങ്ങൾ, റേഡാർ സാങ്കേതികത, വയർലെസ് പവർ ട്രാൻസ്മിഷൻ എന്നിവയിൽ പ്രവർത്തനം നടത്തി. 36ാം വയസ്സിൽ സെന്റ് ലൂയിസിലെ ഒരു പ്രദർശനത്തിൽ വൈദ്യുതി ഉപയോഗിച്ച് റേഡിയോ തരംഗങ്ങൾ അയക്കാനാവുമെന്ന ആശയം അവൻ മുന്നോട്ടുവച്ചു. 37ാം വയസ്സിൽ റേഡിയോ സിഗ്നലുകൾ പ്രയോഗാത്മകമായി കൈമാറാനാവുമെന്ന തന്റെ കണ്ടെത്തലുകൾ പേറ്റന്റ് ചെയ്യുന്നതിനായി അപേക്ഷിച്ചു. എന്നാൽ 41ാം വയസ്സിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പേറ്റന്റ് ഓഫീസ് അവന്റെ പേറ്റന്റ് റദ്ദാക്കി. അതേകാലത്ത് മറ്റൊരു ശാസ്ത്രജ്ഞൻ റേഡിയോ കണ്ടുപിടിച്ചെന്ന അംഗീകാരം നൽകി. പക്ഷേ 73ാം വയസ്സിൽ അവൻ അന്തരിച്ച അതേ വർഷം യുഎസ് സുപ്രീം കോടതി റേഡിയോ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട മുൻ പേറ്റന്റുകൾ അസാധുവാണെന്ന് വിധിച്ചു. കാരണം അവന്റെ പരീക്ഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും റേഡിയോയുടെ അടിസ്ഥാനമായിരുന്നു. അതിനാൽ റേഡിയോ സാങ്കേതികവിദ്യയിലേക്ക് അവന്റെ സംഭാവന അപ്രത്യക്ഷമാക്കാൻ ശ്രമിച്ചെങ്കിലും ചരിത്രം പിന്നീട് അവനെ അംഗീകരിക്കേണ്ടി വന്നു. 61ാം വയസ്സിൽ വയർ ഇല്ലാതെ വൈദ്യുതി കൈമാറാൻ കഴിയുമെന്ന വലിയ ആശയവുമായി വാർഡിംഗ്ക്ലിഫ് ടവർ നിർമ്മിക്കാൻ തുടങ്ങി. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി കാരണം അതിർത്തിയിൽ എത്താതെ അവന്റെ പദ്ധതികൾ അവസാനിച്ചു. 73ാം വയസ്സിൽ ന്യൂയോർക്കിലെ ഒരു ഹോട്ടൽ മുറിയിൽ അവൻ ഒറ്റയ്ക്കായാണ് അന്തരിച്ചത്. അവൻ ജീവിച്ചിരിക്കുമ്പോൾ ലോകം അവനെ മനസ്സിലാക്കിയില്ല. പക്ഷേ ഇന്ന് വൈദ്യുതി വിതരണത്തിന്റെയും റേഡിയോ ടെക്നോളജിയുടെയും വൈഫൈയുടെയും അടിത്തറ ഈ മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യൂ. ഇനി പറയാനുള്ളത് ഈ വ്യക്തി ആരാണ് എന്നത് മാത്രമാണ്. അത് മറ്റാരുമല്ല, സാക്ഷാൽ നിക്കോളാസ് ടെസ്ല.